ഇനി നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത്, വെരിഫൈ ദി സർക്കുലേഷൻ ഫോം ഓഫ് ഗ്രീൻസ് തിയറം ഓൺ ദി അനുലർ റിംഗ് ആർ ഈസ് ഗിവൺ ബൈ എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1 ഇഫ് എം ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എൻ ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എമ്മും എന്നും റേഷണൽ ഫങ്ഷൻസ് ആണ്. അതെവിടെയെല്ലാം ഡിഫൈൻഡ് ആണോ അവിടെയെല്ലാം അത് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കും. എമ്മും എന്നും ഡിഫൈൻഡ് അല്ലാത്തത് അതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 വരുന്ന പോയിൻറ്റ്സിൽ മാത്രമാണ്. അതിൻ്റെ ഡിനോമിനേറ്റർ, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആകണമെങ്കിൽ എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 0യും ആയിരിക്കണം. അതായത് ഒറിജിനിൽ മാത്രമാണ് എമ്മും എന്നും ഡിഫൈൻഡ് അല്ലാത്തത്. സോ ഒറിജിൻ അല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്റ്സിലും എമ്മിനും എന്നിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ തന്നിട്ടുള്ള റീജിയൺ ആർ ഒരു അനുലർ റിംഗ് ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിൻ്റെയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിൻ്റെയും ഇടയിലുള്ള റീജിയൺ ആണ് നമുക്ക് ആവശ്യമുള്ള റീജിയൺ ആർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളത് ഒറിജിൻ സെൻറ്റർ ആയിട്ട് എ യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ എ ലെസ് ദാൻ 1 എന്ന് തന്നിട്ടുണ്ട്, 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1. സോ 1ന് താഴെയുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ് എ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിൻ്റെ ഔട്ട് സൈഡും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിൻ്റെ ഇൻസൈഡുമായിട്ട് ലൈ ചെയ്യുന്ന റീജിയൻ ആണ് ആറ്. ആ റീജിയനിൽ ഒറിജിൻ ഇൻക്ലൂഡഡ് അല്ല, അതായത് 0, 0 എന്നുള്ള പോയിൻ്റ് ഇൻക്ലൂഡഡ് അല്ല. സോ എമ്മിൻ്റെയും എന്നിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് റീജിയൻ ആറിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു -1 പ്ലസ് വൈ ഇൻറ്റു 2y ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 2x ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ വെരിഫൈ ചെയ്യാനുള്ളത് ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ ഫോമാണ്. അതായത് ഇതിൻ്റെ ലോവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു ഡബ്ല്യൂൻ്റെ ലോവർ ആർ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം ഡബ്ല്യൂൻ്റെ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഡബ്ല്യൂൻ്റെ ലോവർ ആർ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യൂൻ്റെ ലോവർ ആർ 0 ഡി എക്സ് ഡി വൈ, അതായത് 0. സോ ഡബ്ല്യൂൻ്റെ ലോവർ ആർ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 0. ഇനി നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അതിനുവേണ്ടി റീജിയൻ ആറിൻ്റെ ബൗണ്ടറി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് നമ്മൾ ഗ്രീൻസ് തിയറം കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അനുലർ റീജിയൻ ആണ്. സോ ഔട്ടർ സർക്കിളിൻ്റെ, അതായത് ലാർജർ സർക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ഇന്നർ സർക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഔട്ടർ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള യൂണിറ്റ് സർക്കിളാണ്. അതുപോലെ തന്നെ ഇന്നർ സർക്കിൾ, അതായത് സ്മോളർ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളുമാണ്. സോ ഔട്ടർ സർക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ഇന്നർ സർക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ചൂസ് ചെയ്യുന്നു. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം റീജിയൻ ആറിൻ്റെ ബൗണ്ടറിയുടെ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കാൻ. റീജിയൻ ആറിൻ്റെ ബൗണ്ടറി രണ്ട് സർക്കിൾസ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ സർക്കിളിനെ ടോ1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ സർക്കിളിനെ ടോ2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ടോ1ൻ്റെ ഒരു പാരാമീറ്ററൈസേഷൻ ആണ്, അത് യൂണിറ്റ് സർക്കിളാണ്, അതിൻ്റെ റേഡിയസ് 1 ആയതുകൊണ്ട് ടോ1 ഈസ് ഗിവൺ ബൈ ദി പാരാമീറ്ററൈസേഷൻസ് എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ദെൻ രണ്ടാമത്തേത് നമുക്ക് ടോ2 എന്നുള്ള സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. സോ അതിൻ്റെ ഒരു പാരാമീറ്ററൈസേഷനാണ്, അതിൻ്റെ റേഡിയസ് എ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പാരാമീറ്ററൈസേഷനാണ് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. തീറ്റയുടെ വാല്യൂ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടോ2 എന്നുള്ള സർക്കിളിലെ പോയിൻ്റ് എ കോസ് 0, മൈനസ് എ സൈൻ 0, അതായത് എ 0 എന്നുള്ള പോയിൻ്റാണ്. തീറ്റയുടെ വാല്യൂ π/2ന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സർക്കിളിലെ പോയിൻ്റ് എ കോസ് π/2, മൈനസ് എ സൈൻ π/2, അതായത്
0, എന്നുള്ള പോയിൻ്റാണ്. തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ സർക്കിളിലെ പോയിൻറ്റ്സ് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ന് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. സോ രണ്ടാമത്തെ സർക്കിളിൻ്റെ, അതായത് സ്മോളർ സർക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് അതിൻ്റെ പാരാമീറ്ററൈസേഷൻ ഇതുപോലെ ചൂസ് ചെയ്യണം. x = a cos θ, y = -a sin θ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു θ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇതുപോലെ പാരാമീറ്ററൈസേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ സർക്കിളിലൂടെ, അതായത് x² + y² = a² എന്നുള്ള സർക്കിളിലൂടെ പോയിൻറ്റ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ദെൻ ഇന്റർവെൽ ഓവർ c mdx + ndy = ഇന്റർവെൽ ഓവർ τ 1 mdx + ndy പ്ലസ് ഇന്റർവെൽ ഓവർ τ 2 mdx + ndy. ഇവിടെ m = -y/x² + y², അതുപോലെ n = x/x² + y². അത് യൂസ് ചെയ്യുമ്പോൾ ഇന്റർവെൽ ഓവർ c mdx + ndy = ഇന്റർവെൽ ഓവർ τ 1 x dy - y dx / x² + y² പ്ലസ് ഇന്റർവെൽ ഓവർ τ 2 x dy - y dx / x² + y². ദെൻ ഫസ്റ്റ് സർക്കിളിൽ x = cos t, y = sin t, t വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെ. x = cos t ആയതുകൊണ്ട് dx = -sin t dt, y = sin t ആയതുകൊണ്ട് dy = cos t dt. സെക്കൻഡ് സർക്കിളിൽ x = a cos θ, y = -a sin θ, തീറ്റ വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെ. x = a cos θ ആയതുകൊണ്ട് dx = -a sin θ dθ, y = -a sin θ ആയതുകൊണ്ട് dy = -a cos θ dθ. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇന്റർവെൽ ഓവർ c mdx + ndy = ഇന്റർവെൽ 0 to 2π cos t × cos t dt - sin t × sin t dt all divided by cos square t + sin square t plus ഇന്റർവെൽ 0 to 2π a cos θ × -a cos θ dθ plus a sin θ × -a sin θ dθ all divided by a² cos square θ plus a² sin square θ. then cos square t plus sin square t = 1 ആണ്. അതുപോലെ a² cos square θ plus a² sin square θ = a² ആണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇന്റർവെൽ ഓവർ c mdx + ndy = ഇന്റർവെൽ 0 to 2π dt plus ഇന്റർവെൽ 0 to 2π - a² divided by a² dθ which is equal to ഇന്റർവെൽ 0 to 2π dt minus ഇന്റർവെൽ 0 to 2π dθ. then ഇന്റർവെൽ 0 to 2π dt ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ t എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2π എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇന്റർവെൽ 0 to 2π dθ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2π എന്ന് കിട്ടും. അതിൽ നിന്നും ഇന്റർവെൽ ഓവർ c mdx + ndy = 2π - 2π, അതായത് 0. സോ ഇന്റർവെൽ ഓവർ c mdx + ndy = 0. അത് തന്നെയായിരുന്നു ഡബിൾ ഇന്റർവെൽ ഓവർ r ∂m/∂y - ∂n/∂x dx dy യും രണ്ടും 0 തന്നെയായിരുന്നു. സോ അതിൽ നിന്നും ഇന്റർവെൽ ഓവർ c mdx + ndy = ഡബിൾ ഇന്റർവെൽ ഓവർ r ∂n/∂x - ∂m/∂y dx dy. അതായിരുന്നു സർക്കുലേഷൻ കേൾ ഫോമിൽ നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നത്. അത് നമ്മൾ വെരിഫൈ ചെയ്തു. ദെൻ ഈ ഒരു പ്രോബ്ലത്തിൽ ടോ 1 പകരം, അതായത് x² + y² = 1 എന്നുള്ള സർക്കിളിന് പകരം ഒരു എലിപ്സോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ടോ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു റിസൾട്ട് ഹോൾഡ് ചെയ്യും. അതായത് ഇന്റർവെൽ ഓവർ ടോ mdx + ndy പ്ലസ് ഇന്റർവെൽ ഓവർ ടോ 2 mdx + ndy എന്നുള്ള ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഡബിൾ ഇന്റർവെൽ ഓവർ r ∂n/∂x - ∂m/∂y dx dy ആയിരിക്കും. then m = -y/x² + y² ഉം n = x/x² + y² ആയിരിക്കുമ്പോൾ ∂m/∂y ഉം ∂n/∂x ഉം ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ, ആ ഡബിൾ ഇൻ്റർവെലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതിൽ നിന്നും ഇന്റർവെൽ ഓവർ ടോ mdx + ndy = മൈനസ് ഓഫ് ഇന്റർവെൽ ഓവർ ടോ 2 mdx + ndy. ദെൻ അതിൻ്റെ വാല്യൂ, അതായത് ഇന്റർവെൽ ഓവർ ടോ 2 mdx + ndyയുടെ വാല്യൂ -2π ആയതുകൊണ്ട് ഇന്റർവെൽ ഓവർ ടോ mdx + ndyയുടെ വാല്യൂ 2π ആയിരിക്കും. അതായത് ഇന്റർവെൽ ഓവർ ടോ x dy - y dx / x² + y² = 2π ഫോർ എനി സിമ്പിൾ ക്ലോസ്ഡ് കർവ് ടോ. അതാണ് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഗ്രീൻസ് തിയറത്തിൻ്റെ രണ്ട് ഫോംസും വെരിഫൈ ചെയ്യുന്ന വിധത്തിലുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഗ്രീൻസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യാം. അതായത് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷനും അതുപോലെ തന്നെ ഔട്ട്വേർഡ് ഫ്ലക്സും കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദി കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ ഓഫ് ദി ഫീൽഡ് F = x² × e⁻y i plus y² × e⁻xj
around the boundary C, where C is the rectangle with vertices 0, 0, 2, 0, 2, 3 and 0, 3. സോ നമുക്കിവിടെ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൈ ഐ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ജെ. അതുപോലെ തന്നെ പ്ലെയിനിലുള്ളൊരു ക്ലോസ്ഡ് കേവ് സി തന്നിട്ടുണ്ട്. അതൊരു റെക്റ്റാങ്കിളിൻ്റെ ബൗണ്ടറിയാണ്. ആ ക്ലോസ്ഡ് കേവിലൂടെയുള്ള വെക്റ്റർ ഫീൽഡ് എഫിൻ്റെ കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ക്ലോസ്ഡ് കേവ് സി 4 ലൈൻ സെഗ്മെൻറ്റിൻ്റെ യൂണിയനാണ്. സോ 4 ലൈൻ സെഗ്മെൻറ്റിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ആഡ് ചെയ്യണം. അത് കൂടുതൽ ലെങ്തിയാണ്. സോ നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഈ ക്ലോസ്ഡ് കേവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആറിലെ സർക്കുലേഷൻ ഡെൻസിറ്റിയുടെ ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് സർക്കുലേഷൻ അറൗണ്ട് സി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഗ്രീൻസ് തിയറത്തിൻ്റെ സെക്കൻഡ് ഫോമിൽ പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ അറൗണ്ട് സി ഈക്വൽ ടു കേൾ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. സോ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്ത് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ കേൾ ഇൻ്റഗ്രൽ, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് സർക്കുലേഷൻ അറൗണ്ട് സി നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഈ ക്ലോസ്ഡ് കേവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ എന്താണെന്ന് നോക്കാം. അത് 0, 0, 2, 0, 2, 3, 0, 3 ഈ 4 പോയിൻറ്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആണ് റീജിയൻ 6. ദെൻ ആ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ റീജിയനിലൂടെ ഇൻക്രീസിങ് വൈയുടെ ഡയറക്ഷനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻ എല്ല് റീജിയൻ 6ലേക്ക് എൻ്റർ ചെയ്യുന്നത് y ഈക്വൽ ടു 0യിലൂടെയും റീജിയൻ 6നെ ലീവ് ചെയ്യുന്നത് y ഈക്വൽ ടു 3യിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് വരുന്നത് y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു 3 വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ റീജിയൻ 6നെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ ലൈൻ x ഈക്വൽ ടു 0 മുതൽ x ഈക്വൽ ടു 2 വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത് x ഈക്വൽ ടു 0 മുതൽ x ഈക്വൽ ടു 2 വരെയാണ്. ദെൻ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ അറൗണ്ട് സി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ദെൻ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇവിടെ എം ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൈയും എൻ ഈക്വൽ ടു വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സുമാണ്. ദെൻ ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളത് വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സും ഡോ എൻ ബൈ ഡോ വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൈയുമാണ്. അത് യൂസ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ അറൗണ്ട് സി ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൈ ഡി എക്സ് ഡി വൈ. ദെൻ ഈ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെയും വൈ വാരി ചെയ്യുന്നത് 0 മുതൽ 3 വരെയുമാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 2 ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 3 വൈ സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ ഡി വൈ ഡി എക്സ്. ഇത് നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ആദ്യത്തെ ടൈമിൽ ഇ റേസ് ടു എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. വൈ സ്ക്വയറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് 1/3 ഇൻറ്റു വൈ ക്യൂം. അതുപോലെ തന്നെ സെക്കൻഡ് ടൈമിൽ എക്സ് സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു വൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇ റേസ് ടു വൈ. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2 1/3 ഇൻറ്റു വൈ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൈ ഡി എക്സ്. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2 9 ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു 3 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 9 ഇ റേസ് ടു എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 9 ഇ റേസ് ടു എക്സ്. അതുപോലെ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 3 ഇ റേസ് ടു 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3. തേർഡ് ടൈം എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു 9 ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 9 ഇ സ്ക്വയർ മൈനസ് 8 ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് 8/3 മൈനസ് 9 ഇൻറ്റു ഇ റേസ് ടു 0 മൈനസ് 0 പ്ലസ് 0 എന്ന് കിട്ടും. ഇ റേസ് ടു 0 ഈക്വൽ ടു 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 9 ഇ സ്ക്വയർ മൈനസ് 8 ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് 8/3 മൈനസ് 9. അതായത് 9 ഇ സ്ക്വയർ മൈനസ് 8/3 ഇ റേസ് ടു 3 മൈനസ് 19/3. ഹെൻസ് ദി സർക്കുലേഷൻ ഓഫ് എഫ് അറൗണ്ട് സി ഈസ് 9 ഇ സ്ക്വയർ മൈനസ് 8/3 ഇ ക്യൂബ് മൈനസ് 19/3. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഗ്രീൻസ് തിയറം കാൽക്കുലേറ്റ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് എഫ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ജെ അക്രോസ് ദി ട്രയാങ്കിൾ ബൗണ്ടഡ് ബൈ
വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഈക്വൽ ടു എക്സ്. ഇവിടെ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ജെ. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് കർവ് തന്നിട്ടുണ്ട്. അതൊരു ട്രയാങ്കിളാണ്. വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഈക്വൽ ടു എക്സ്. ഈ 3 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ട്രയാങ്കിളാണ് ക്ലോസ്ഡ് കർവ് സി. ദെൻ ആ ക്ലോസ്ഡ് കർവിലൂടെയുള്ള ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡിൻ്റെ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബൈ ഫോർമുല ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ്, അതായത് ഇൻ്റർവൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. ഇവിടെ സി എന്നുള്ളത് 3 ലൈൻ സെഗ്മെൻറ്റിൻ്റെ യൂണിയൻ ആയതുകൊണ്ട് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ 3 ലൈൻ സെഗ്മെൻറ്റിലും സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്ത് ആഡ് ചെയ്യണം. അത് കൂടുതൽ ലെങ്തിയാണ്. സോ അതിന് പകരം ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഈ ക്ലോസ്ഡ് കർവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയനിലുള്ള ഡൈവേർജൻസിൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്വേർഡ് ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഗ്രീൻസ് തിയറത്തിൻ്റെ ഫസ്റ്റ് ഫോമിൽ പറയുന്നത് ക്ലോസ്ഡ് കർവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ് ആർ എന്നുണ്ടെങ്കിൽ ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. സോ ആ ഒരു ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഔട്ട്വേർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ എം ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദെൻ ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് 2x ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു 2y അത് യൂസ് ചെയ്യുമ്പോൾ ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ മൈനസ് 2x പ്ലസ് 2y ഡി എക്സ് ഡി വൈ. ദെൻ ക്ലോസ്ഡ് കർവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആറിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ ക്ലോസ്ഡ് കർവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്. അതായത് വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു എക്സ്. ഈ 3 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് റീജിയൻ 6. ദെൻ ആ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് എക്സിൻ്റെ ലിമിറ്റ്സ് ആദ്യം കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ വൈയുടെ ലിമിറ്റ്സ് ആദ്യം കണ്ടുപിടിക്കാം. ഇവിടെ കണ്ടുപിടിക്കുന്നത് ആദ്യം എക്സിൻ്റെ ലിമിറ്റ്സ് ആണ്. ആദ്യം എക്സിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് റീജിയൻ 6ലൂടെ ഇൻക്രീസിങ് എക്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ റീജിയൻ 6ലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു വൈയിലൂടെയും റീജിയൻ 6നെ ലീവ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 3യിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത് എക്സ് ഈക്വൽ ടു വൈ മുതൽ എക്സ് ഈക്വൽ ടു 3 വരെയാണ്. അതുപോലെ തന്നെ റീജിയൻ 6നെ എൻ്റയർലി കവർ ചെയ്യണമെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 3 വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഔട്ട്വേർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ലൈൻ ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ മൈനസ് 2x പ്ലസ് 2y ഡി എക്സ് ഡി വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റർവൽ y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 3 ഇൻ്റർവൽ x ഈക്വൽ ടു y ടു x ഈക്വൽ ടു 3 മൈനസ് 2x പ്ലസ് 2y ഡി എക്സ് ഡി വൈ. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ y കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. മൈനസ് 2xൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ കോൺസ്റ്റൻറ്റ് 2yയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് 2xy. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 ടു 3 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2xy ഡി വൈ. അവിടെ എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 ടു 3 മൈനസ് 9 പ്ലസ് 6y മൈനസ് വൈ സ്ക്വയർ ഡി വൈ. ദെൻ വിത്ത് റെസ്പെക്ട് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 9y പ്ലസ് 3y സ്ക്വയർ മൈനസ് y ക്യൂബ് ഡിവൈഡഡ് ബൈ 3. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മൈനസ് 27 പ്ലസ് 27 മൈനസ് 27 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അതായത് മൈനസ് 9 എന്ന് കിട്ടും. ഹെൻസ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എഫ് അക്രോസ് ദി ട്രയാങ്കിൾ ഈസ് മൈനസ് 9. അതാണ് നമ്മളോട് കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ ഇൻ്റർവൽ ഓവർ സി y square dx plus x square dy where c is the boundary of the triangle bounded by x equal to 0, x plus y equal to 1, y equal to 0 in the counter clockwise direction. സോ ഇവിടെ ഒരു ലൈൻ ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. അത് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്ലോസ്ഡ് കർവ് സി എക്സ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0 ഈ 3 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ബൗണ്ടറിയാണ്. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ആ കർവ് സിയിലുള്ള ലൈൻ ഇൻ്റഗ്രൽ ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എം ഈക്വൽ ടു വൈ സ്ക്വയർ എൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നിട്ടുള്ള ലൈൻ ഇൻ്റഗ്രലിനെ ഇൻ്റർവൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും.
ദെൻ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ കേൾ ഫോം അതല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ളത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ വേർ ആർ ഈസ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി ക്ലോസ്ഡ് കർവ് സി. ഇവിടെ ക്ലോസ്ഡ് കർവ് സി ഒരു ട്രയാങ്കിളാണ്, അത് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആർ ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്. അതായത് എക്സ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0 ഈ 3 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് റീജിയൻ ആറ്. ദെൻ റീജിയൻ ആറിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിംസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി നമ്മൾ ആദ്യം എക്സിൻ്റെ ലിംസാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. വൈയുടെ ലിംസ് കണ്ടുപിടിച്ചാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ആദ്യം എക്സിൻ്റെ ലിംസ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് റീജിയൻ ആറിലൂടെ ഇൻക്രീസിങ് എക്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എൽ കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻ എൽ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0യിലൂടെയും റീജിയൻ ആറിന് ലീവ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈയിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിംസ് വരുന്നത് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ വരെ. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 1 വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിംസ് വരുന്നത് വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 1 വരെയാണ്. ഇവിടെ എം ഈക്വൽ ടു വൈ സ്ക്വയറും എൻ ഈക്വൽ ടു എക്സ് സ്ക്വയറും ആയതുകൊണ്ട് ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളത് 2x ഡോ എൻ ബൈ ഡോ വൈ എന്നുള്ളത് 2y സോ ഇൻ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 2x മൈനസ് 2y ഡി എക്സ് ഡി വൈ. നമ്മൾ ഓൾറെഡി റീജിയൻ ആറിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിംസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 1 ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ 2x മൈനസ് 2y ഡി എക്സ് ഡി വൈ. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ വേരിയബിൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. 2xൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് എക്സ് സ്ക്വയർ. അതുപോലെ കോൺസ്റ്റൻറ്റ് 2yയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് 2xy. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 എക്സ് സ്ക്വയർ മൈനസ് 2xy ഡി വൈ. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 3y സ്ക്വയർ മൈനസ് 4y പ്ലസ് 1 ഡി വൈ. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ക്യൂബ് മൈനസ് 2y സ്ക്വയർ പ്ലസ് y. ദെൻ വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. സോ അതാണ് തന്നിട്ടുള്ള ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. നെക്സ്റ്റ് കാൽക്കുലേറ്റിംഗ് ഏരിയ വിത്ത് ഗ്രീൻസ് തിയറം. XY പ്ലെയിനിലുള്ള ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആർ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് ലൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഫോർമുലയാണ് ഇനി ഡിറൈവ് ചെയ്യുവാൻ പോകുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഏരിയ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ. ദെൻ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇനി പറയുന്നത്. ആ റീജിയൻ ആറിൻ്റെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ബൗണ്ടറിയാണ് സി എന്ന് വിചാരിക്കുക. ദെൻ ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ കേൾ ഫോമിൽ പറയുന്നത് ഇതാണ്. ക്ലോസ്ഡ് കർവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ് ആർ എന്നുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ഈ ഒരു റിസൾട്ടിൽ എം ഈക്വൽ ടു 0 എൻ ഈക്വൽ ടു എക്സ് ഇതുപോലെ ചൂസ് ചെയ്യുമ്പോൾ ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളത് 1 ആയിരിക്കും, ഡോ എൻ ബൈ ഡോ വൈ എന്നുള്ളത് 0 ആയിരിക്കും. അതുപോലെ തന്നെ എം ഈക്വൽ ടു 0യും എൻ ഈക്വൽ ടു 1ഉം ആയതുകൊണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈക്ക് പകരം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ മാത്രമായിരിക്കും. കാരണം ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു 1 ആണ്, ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആണ്. അതിൽ നിന്നും ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ എന്നുള്ളത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ മാത്രമായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ലൈൻ ഇൻ്റഗ്രൽ അതായത് ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എം ഈക്വൽ ടു 0യും എൻ ഈക്വൽ ടു 1ഉം ആയതുകൊണ്ട് അത് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മാത്രമായിരിക്കും. സോ ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ കേൾ ഫോം എം ഈക്വൽ ടു 0 എൻ ഈക്വൽ ടു എക്സ് ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ എന്ന് കിട്ടും. അതുപോലെ തന്നെ സർക്കുലേഷൻ കേൾ ഫോമിൽ എം ഈക്വൽ ടു മൈനസ് വൈ എൻ ഈക്വൽ ടു 0 ഇത് യൂസ് ചെയ്യുമ്പോൾ ഡോ എൻ ബൈ ഡോ വൈ എന്നുള്ളത് -1ഉം ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളത് 0യും ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് എന്ന് കിട്ടും. ദെൻ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും ആഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് മൈനസ് വൈ ഡി എക്സ് എന്ന് കിട്ടും. അതിൽ നിന്നും ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് എന്ന് കിട്ടും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ എന്നുള്ളത് ഏരിയ ഓഫ് ദി റീജിയൻ ആർ ആണ്. സോ എ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ്.
അതായത് പ്ലെയിനിലുള്ള ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആർ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കുവാൻ ലൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല a equal to 1/2 into integral over c x dy minus y dx. ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. തന്നിട്ടുള്ള എലിപ്സിൻ്റെ ഒരു പാരാമെട്രിക് ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ വൈ ഈക്വൽ ടു ബി സൈൻ തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. then x equal to a cos theta ആണെങ്കിൽ dx equal to minus a sin theta d theta, dy equal to b cos theta d theta. then area a equal to 1/2 into integral over c x dy minus y dx, x equal to a cos theta, y equal to b sin theta, dx equal to minus a sin theta d theta, dy equal to b cos theta d theta. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഏരിയ a equal to 1/2 into integral 0 to 2π a cos theta into b cos theta d theta minus b sin theta into minus a sin theta d theta, which is equal to 1/2 into integral 0 to 2π ab cos square theta plus ab sin square theta d theta. cos square theta plus sin square theta equal to 1 ആയതുകൊണ്ട് which is equal to 1/2 into integral 0 to 2π ab d theta, which is equal to ab/2 into theta. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു എ ബി എന്ന് കിട്ടും. അതാണ് ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ബോത്ത് ഫോംസ് ഓഫ് ഗ്രീൻസ് തിയറം ഫോർ ദി ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് എക്സ് വൈ സ്ക്വയർ ജെ ആൻഡ് ദി റീജിയൻ ആർ ബൗണ്ടഡ് ബൈ ദി സർക്കിൾ സി ഈസ് ഗിവൺ ബൈ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇവിടെ ഒരു ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് എക്സ് വൈ സ്ക്വയർ ജെ. അതുപോലെ തന്നെ യൂണിറ്റ് സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ തന്നിട്ടുണ്ട്. ദെൻ ഇവയ്ക്ക് ഗ്രീൻസ് തിയറത്തിൻ്റെ രണ്ട് ഫോംസും വെരിഫൈ ചെയ്ത് കൊടുക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗ്രീൻസ് തിയറത്തിൻ്റെ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം അതല്ലെങ്കിൽ നോർമൽ ഫോം വെരിഫൈ ചെയ്യാം. അതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഡൈവേർജൻസ് ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ്, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് നമുക്ക് ആദ്യം വെരിഫൈ ചെയ്യേണ്ടത്. ഇവിടെ എം ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ വൈ, എൻ ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ, ദെൻ ഡോ എം ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് 2xy, ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ, ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ, ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു 2xy. ദെൻ സി അത് യൂണിറ്റ് സർക്കിളാണ്. ആ സർക്കിളിലെ പോയിൻറ്റ്സിൽ എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെയാണ്. എക്സ് ഈക്വൽ ടു കോസ് ടി ആയതുകൊണ്ട് ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഡി ടി, വൈ ഈക്വൽ ടു സൈൻ ടി ആയതുകൊണ്ട് ഡി വൈ ഈക്വൽ ടു കോസ് ടി ഡി ടി, എം ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ വൈ. സോ കേർവ് സിയിൽ എം ഈക്വൽ ടു മൈനസ് കോസ് സ്ക്വയർ ടി സൈൻ ടി. അതുപോലെ തന്നെ എൻ ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ ആയതുകൊണ്ട് കേർവ് സിയിലെ പോയിൻറ്റ്സിൽ എൻ ഈക്വൽ ടു കോസ് ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π മൈനസ് കോസ് സ്ക്വയർ ടി സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി ഡി ടി മൈനസ് കോസ് ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഡി ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി മൈനസ് കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഡി ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π 0 ഡി ടി, അതായത് 0. സോ ഇൻ്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ഈക്വൽ ടു 0. ദെൻ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം, അതായത് ഡൈവേർജൻസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ റീജിയൻ ആറ് യൂണിറ്റ് സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ്. ഇവിടെ ഇൻ്റഗ്രാൻഡ് 0 ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് 2xyയും ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു 2xyയും ആയതുകൊണ്ട് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ മൈനസ് 2xy പ്ലസ് 2xy ഡി എക്സ് ഡി വൈ, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 0 ഡി എക്സ് ഡി വൈ. അതിൻ്റെ വാല്യൂ 0 ആണ്. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈയും ഇൻ്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സും സെയിം തന്നെയാണ്. അതാണ് നമുക്ക് ഗ്രീൻസ് തിയറത്തിൻ്റെ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോമിൽ വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ കേൾ ഫോം അതല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോം വെരിഫൈ ചെയ്യാം. അവിടെ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ ഈക്വൽ ടു കേൾ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇവാലുവേറ്റ് ചെയ്യാം.
കേർവ് സിയിലെ പോയിൻറ്റ്സിൽ എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഡി ടി, ഡി വൈ ഈക്വൽ ടു കോസ് ടി ഡി ടി ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi മൈനസ് കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി ഡി ടി പ്ലസ് കോസ് ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi cos square t into sin square t plus cos square t into sin square t dt which is equal to integral 0 to 2 pi 2 into cos square t into sin square t dt. then ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 pi 2 sin t cos t ഹോൾ സ്ക്വയർ ഡി ടി. ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തത്. ദെൻ 2 sin t cos t എന്നുള്ള sin 2t ആണ്. അതിൽ നിന്നും വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ 2t ഡി ടി. ദെൻ സൈൻ സ്ക്വയർ 2tക്ക് പകരം 1 മൈനസ് കോസ് 40 ഡിവൈഡഡ് ബൈ 2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 pi 1 മൈനസ് കോസ് 40 ഡി ടി. ദെൻ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ടി. അതുപോലെ കോസ് 40 ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് സൈൻ 40 ഡിവൈഡഡ് ബൈ 4. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ടി മൈനസ് സൈൻ 40 ഡിവൈഡഡ് ബൈ 4. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 1/4 ഇൻറ്റു 2 pi മൈനസ് 0 മൈനസ് 1/4 ഇൻറ്റു 0 മൈനസ് 0 എന്ന് കിട്ടും. കാരണം സൈൻ 8πയും സൈൻ 0യും 0യാണ്. അത് യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ കിട്ടിയത്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ π/2 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ ലോവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു π/2. ദെൻ ഗ്രീൻസ് തിയറത്തിൻ്റെ സെക്കൻഡ് ഫോം വെരിഫൈ ചെയ്യണമെങ്കിൽ ഡബിളിൻ്റെ ലോവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈയും π/2 എന്ന് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ. ഇത് യൂസ് ചെയ്യുമ്പോൾ ഡബിളിൻ്റെ ലോവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഡബിളിൻ്റെ ലോവർ ആർ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ. ദെൻ ഈ ഒരു ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കതിനെ പോളാർ ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുവേണ്ടി പുട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ദെൻ ഡിഫറൻഷ്യൽ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദെൻ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം നമുക്ക് ആർ സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ ഇവിടെ റീജിയൻ ആർ യൂണിറ്റ് സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന റീജിയനാണ്. ആ റീജിയനിലുള്ള പോളാർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ആ റീജിയൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോർഷനിലുള്ള പോളാർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഇൻറ്റു 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോർഷനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻക്രീസിങ് ആറിൻ്റെ ഡയറക്ഷനിൽ ഒരു റേ എൽ കൺസിഡർ ചെയ്യുക. ആ റേ എൽ ആ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആർ ഈക്വൽ ടു 0യിലൂടെയും റീജിയനെ ലീവ് ചെയ്യുന്നത് ആർ ഈക്വൽ ടു 1യിലൂടെയുമാണ്. സോ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോർഷനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെ ലിമിറ്റ്സ് ആർ ഈക്വൽ ടു 0 മുതൽ ആർ ഈക്വൽ ടു 1 വരെയാണ്. അതുപോലെ തന്നെ റേ എൽ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു π/2 വരെ വാരി ചെയ്താലാണ് ആ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോർഷനെ ഫുള്ളായിട്ട് കവർ ചെയ്യുക. സോ നമുക്ക് ആവശ്യമുള്ള ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ് തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു π/2 വരെയാണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഡബിളിൻ്റെ ലോവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു π/2 ഇൻ്റഗ്രൽ ആർ ഈക്വൽ ടു 0 ടു ആർ ഈക്വൽ ടു 1 ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 ഇൻ്റഗ്രൽ 0 ടു 1 ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ. നമ്മൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആർ ക്യൂബിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് r⁴ ഡിവൈഡഡ് ബൈ 4. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 r⁴ ഡിവൈഡഡ് ബൈ 4 ഡി തീറ്റ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 4/4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 ഡി തീറ്റ എന്ന് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ π/2 മൈനസ് 0 അതായത് π/2 എന്ന് കിട്ടും. സോ ഡബിളിൻ്റെ ലോവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു π/2. അത് തന്നെയായിരുന്നു എൻ്റെ ലോവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയുടെ വാല്യൂ. സോ എൻ്റെ ലോവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു ഡബിളിൻ്റെ ലോവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. അതായിരുന്നു നമുക്ക് ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ കേൾ ഫോമിൽ വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഗ്രീൻസ് തിയറം ടു കാൽക്കുലേറ്റ് ദി കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ ഓഫ് ഫീൽഡ്
f equal to x minus y I plus y minus xj around the boundary C, where C is the square bounded by x equal to 0, x equal to 1, y equal to 0, y equal to 1. ഇവിടെ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഐ പ്ലസ് വൈ മൈനസ് എക്സ് ജെ. അതുപോലെ തന്നെ പ്ലെയിനിലുള്ള ഒരു ക്ലോസ്ഡ് കേവ് തന്നിട്ടുണ്ട്. അത് ഒരു റെക്റ്റാങ്കിളാണ്. അതായത് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1. ഈ 4 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന റെക്റ്റാങ്കിളാണ് ക്ലോസ്ഡ് കേവ് സി. അതിൻ്റെ ബൗണ്ടറിയാണ് ക്ലോസ്ഡ് കേവ് സി. ദെൻ ആ ക്ലോസ്ഡ് കേവ് സിയിലൂടെയുള്ള ഈ വെക്റ്റർ ഫീൽഡ് എഫിൻ്റെ കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. അതായത് ഇൻ്റർവൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ദെൻ ഇൻ്റർവൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ഈ ഒരു ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കേവ് സി 4 ലൈൻ സെഗ്മെൻറ്റിൻ്റെ യൂണിയൻ ആയതുകൊണ്ട് 4 ലൈൻ സെഗ്മെൻറ്റിലും സെപ്പറേറ്റ് ആയിട്ട് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് സം ചെയ്യണം. അത് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് അതിന് പകരം ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ഗ്രീൻസ് തിയറത്തിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്ത് കേൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഈ സർക്കുലേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ബൈ ഗ്രീൻസ് തിയറം ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. സോ ഈ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ അറൗണ്ട് സി കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ എം ഈക്വൽ ടു എക്സ് മൈനസ് വൈ, എൻ ഈക്വൽ ടു വൈ മൈനസ് എക്സ്. ദെൻ ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളത് -1ഉം ഡോ എൻ ബൈ ഡോ വൈ എന്നുള്ളത് -1 തന്നെയാണ്. ദെൻ ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ -1 മൈനസ് ഓഫ് -1 ഡി എക്സ് ഡി വൈ. അതായത് ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ 0 ഡി എക്സ് ഡി വൈ. അതിൻ്റെ വാല്യൂ 0 ആണ്. സോ കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ അറൗണ്ട് സി ഈക്വൽ ടു 0. സോ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഈസി ആയിട്ട് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലേഷൻ കണ്ടുപിടിച്ചു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഗ്രീൻസ് തിയറം കാൽക്കുലേറ്റ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4y I പ്ലസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ജെ അക്രോസ് ദി സ്ക്വയർ ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1. നമുക്കിവിടെ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4y പ്ലസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ജെ. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് കേവ് സി തന്നിട്ടുണ്ട്. അത് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1. ഈ 4 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ ബൗണ്ടറിയാണ്. ദെൻ ഈ ക്ലോസ്ഡ് കേവിലൂടെയുള്ള വെക്റ്റർ ഫീൽഡ് എഫിൻ്റെ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ്. അതായത് ഇൻ്റർവൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ആണ്. ദെൻ ഈ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് കേവ് സി 4 ലൈൻ സെഗ്മെൻറ്റിൻ്റെ യൂണിയൻ ആയതുകൊണ്ട് ഈ 4 ലൈൻ സെഗ്മെൻറ്റിലും സെപ്പറേറ്റ് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് സം ചെയ്യണം. അത് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഈ ഔട്ട്വേർഡ് ഫ്ലക്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഗ്രീൻസ് തിയറത്തിൻ്റെ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോമിൽ പറയുന്നത് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഡൈവേർജൻസ് ഇൻ്റഗ്രൽ. അതായത് ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. സോ ഈ ഒരു ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഔട്ട്വേർഡ് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എം ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4y, എൻ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സ്ക്വയർ, ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു 4, ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു 1, ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x, ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു 2y. അതുപോലെ തന്നെ ക്ലോസ്ഡ് കേവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ് ആർ എന്ന് വിചാരിക്കുക. അതായത് ആ സ്ക്വയറിൻ്റെ ഇൻറ്റീരിയർ ആണ് റീജിയൻ 6. ദെൻ ആ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഈ റീജിയനിലൂടെ ഇൻക്രീസിങ് വൈയുടെ ഡയറക്ഷനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ എൽ കൺസിഡർ ചെയ്യുക. ലൈൻ എൽ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് y ഈക്വൽ ടു 0യിലൂടെയും റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്നത് y ഈക്വൽ ടു 1യിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് വരുന്നത് y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു 1 വരെയാണ്. അതുപോലെ തന്നെ റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈൻ എൽ എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 1 വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 1 വരെയാണ്. ഇതെല്ലാം യൂസ് ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്വേർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ബൈ ഗ്രീൻസ് തിയറം ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇവിടെ ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളത് 2xഉം ഡോ എൻ ബൈ ഡോ വൈ എന്നുള്ളത് 2yയുമാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റർവൽ ഓവർ ആർ 2x പ്ലസ് 2y ഡി എക്സ് ഡി വൈ.
നമ്മൾ ഓൾറെഡി റീജിയൻ ആറിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ എക്സ് വാരി ചെയ്യുന്നത് x=0 മുതൽ x=1 വരെയും y വാരി ചെയ്യുന്നത് y=0 മുതൽ y=1 വരെയുമാണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് ഫ്ലക്സ് =W∫R 2 x + y dx dy which is equal to 2 y=0 to y=1 x=0 to x=1 x + y dx dy. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ y ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് x²/2. അതുപോലെ കോൺസ്റ്റൻറ്റ് വൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് xy. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 0 to 1 x² plus xy dy. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 0 to 1 1/2 plus y dy എന്ന് കിട്ടും. വിത്ത് റെസ്പെക്റ്റ് y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 1/2 y plus y²/2. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y plus y² എന്ന് കിട്ടും. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 1 + 1 എന്ന് കിട്ടും, അതായത് 2. അതാണ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എഫ് അക്രോസ് ദി ക്ലോസ്ഡ് കർവ് സി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി സർക്കിൾ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. സോ ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഒറിജിൻ സെൻറ്റർ ആയിട്ട് എ യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ വെക്ടർ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ദെൻ ആ ഒരു സർക്കിളിൻ്റെ ഏരിയ ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഏരിയ എ ഈക്വൽ ടു 1/2 × ലോവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ്. ദെൻ കേർവ് സിയിലെ പോയിൻറ്റ്സിൽ എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു എ സൈൻ ടി. ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെയാണ്. എക്സ് ഈക്വൽ ടു എ കോസ് ടി ആയതുകൊണ്ട് ഡി എക്സ് ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ഡി ടി. വൈ ഈക്വൽ ടു എ സൈൻ ടി ആയതുകൊണ്ട് ഡി വൈ ഈക്വൽ ടു എ കോസ് ടി ഡി ടി. ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെ. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഏരിയ എ ഈക്വൽ ടു ഇതിൻ്റെ ലോവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/2 × 0 to 2π എ കോസ് ടി ഇൻറ്റു എ കോസ് ടി ഡി ടി മൈനസ് എ സൈൻ ടി ഇൻറ്റു മൈനസ് എ സൈൻ ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു 1/2 × 0 to 2π a² × cos² t പ്ലസ് a² × sin² t dt. cos² t പ്ലസ് sin² t ഈക്വൽ ടു 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1/2 × 0 to 2π a² dt. a² ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ a²/2 × t എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ a²/2 × 2π - 0 വിച്ച് ഇസ് ഈക്വൽ ടു πa². അതാണ് ആ സർക്കിളിൻ്റെ ഏരിയ. ഇത് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസ് 6 യൂണിറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ πr² ആണ്. ഇവിടെ റേഡിയസ് എ യൂണിറ്റ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ π × a² ആയിരിക്കും. അതുതന്നെയാണ് നമുക്ക് ലൈനിൻ്റെ ഏരിയയിൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ ഇൻ ലോവർ സി xy plus y² dx plus x² dy where c is the boundary of the triangle bounded by x equal to 0, x plus y equal to 1, y equal to 0 in the counterclockwise direction. ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. ആ ലൈൻ ഇൻ്റഗ്രൽ ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ m ഈക്വൽ ടു xy പ്ലസ് y², n ഈക്വൽ ടു x². ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നിട്ടുള്ള ലൈൻ ഇൻ്റഗ്രലിനെ ഇതിൻ്റെ ലോവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ദെൻ ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ കേൾ ഫോമിൽ പറയുന്നത് ഇതിൻ്റെ ലോവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു W∫R ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ വെർ ആർ ഈസ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി ക്ലോസ്ഡ് കർവ് സി. ഇവിടെ ക്ലോസ്ഡ് കർവ് സി എക്സ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0 ഈ 3 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ബൗണ്ടറിയാണ്. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചൂസ് ചെയ്തിട്ടുള്ള കർവാണ് ക്ലോസ്ഡ് കർവ് സി. ദെൻ ആ ക്ലോസ്ഡ് കർവ് സി ബൗണ്ട് ചെയ്യുന്ന എക്സ് വൈ പ്ലെയിനിലുള്ള റീജിയൻ ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്. അതായത് എക്സ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0 ഈ 3 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് റീജിയൻ 6. ദെൻ ആ റീജിയൻ 6ലുള്ള ഇൻ്റഗ്രേഷൻ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ റീജിയനിലൂടെ ഇൻക്രീസിങ് വൈയുടെ ഡയറക്ഷനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ എൽ കൺസിഡർ ചെയ്യുന്നു. ആ വെർട്ടിക്കൽ ലൈൻ എൽ റീജിയൻ 6ലേക്ക് എൻ്റർ ചെയ്യുന്നത് y ഈക്വൽ ടു 0യിലൂടെയും റീജിയൻ 6നെ ലീവ് ചെയ്യുന്നത് y ഈക്വൽ ടു 1 - x-ലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് വരുന്നത് y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു 1 - x വരെയാണ്. അതുപോലെ തന്നെ റീജിയൻ 6നെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെർട്ടിക്കൽ ലൈൻ എൽ x ഈക്വൽ ടു 0 മുതൽ x ഈക്വൽ ടു 1 വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത്
x=0 മുതൽ x=1 വരെയാണ്. ദെൻ ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ കേൾ ഫോമിൽ പറയുന്നത് del/C mdx + ndy = W/R dou n by dou x minus dou n by dou y dx dy. സോ ഈ ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ dou n by dou x എന്നുള്ളത് 2xും dou n by dou y എന്നുള്ളത് x + 2yയുമാണ്. അത് യൂസ് ചെയ്യുമ്പോൾ W/R dou n by dou x minus dou n by dou y dx dy = W/R 2x minus of x plus 2y dx dy which is equal to W/R x minus 2y dx dy which is equal to del x=0 to x=1 del y=0 to y=1 x minus 2y dy dx. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ വേരിയബിൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു del0 to 1 xy minus y² dx. അവിടെ വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇസ് ഈക്വൽ ടു del0 to 1 x into 1 minus x minus 1 minus x whole square dx. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു del0 to 1 x minus x square minus of 1 plus x square minus 2x dx. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ del0 to 1 3x minus 2x square minus 1 dx എന്ന് കിട്ടും. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 into x square by 2 minus 2 into x cube divided by 3 minus x. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 3/2 minus 2/3 minus 1 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1/6 എന്ന് കിട്ടും. അതാണ് തന്നിട്ടുള്ള ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ.